വളരെ കുറഞ്ഞ ചെലവിൽ ഹൈ ക്വാളിറ്റി മാക്രോ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ക്യാമറ ആക്സസറിയാണ് NEEWER എക്സ്റ്റൻഷൻ ട്യൂബ്. മാക്രോ ഫോട്ടോഗ്രാഫി ഹോബിയൊക്കെയുള്ള അമച്ചേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളായിരിക്കും ഇത്. ഇതിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. വാട്സ്ആപ്പ് ഗൈസ്, മൈ നെയിം ഈസ് ജിതേഷ് ആൻഡ് യു ആർ വാച്ചിങ് ജിയോളജി. DSLR ക്യാമറാസിനുള്ള ഹൈ ക്വാളിറ്റി ആക്സസറീസ് ആൻഡ് പെരിഫറൽസ് ഒക്കെ നിർമ്മിക്കുന്ന വളരെ പോപ്പുലറായ ഒരു ബ്രാൻഡാണ് NEEWER. അവരുടെ നിക്കോൺ F മൗണ്ട് DSLRസിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻഷൻ ട്യൂബാണ് ഇന്നത്തെ പ്രോഡക്റ്റ്. ഇത് മറ്റ് ബ്രാൻഡ്സിന് അവൈലബിൾ അല്ല, ഓൺലി ഫോർ നിക്കോൺ. ബോക്സിൽ എക്സ്റ്റൻഷൻ ട്യൂബിന് പുറമെ ഒരു ക്യാരി പൗച്ചിലൂടെ ഉണ്ട്. ക്യാരി ചെയ്യാനും ഡസ്റ്റ് ആൻഡ് മോയ്സ്ചർ ഒക്കെ ആവാതെ നോക്കാനും ഇത് യൂസ്ഫുൾ ആണ്. എക്സ്റ്റൻഷൻ ട്യൂബ് 3 ഡിഫറെൻറ്റ് സൈസസിലാണ് വരുന്നത്. ഏറ്റവും വലിയത് 36 mm, അടുത്തത് 20 mm ആൻഡ് ദെൻ ഏറ്റവും ചെറിയത് 12 mm. നമുക്ക് ആവശ്യമുള്ള മാഗ്നിഫിക്കേഷൻ അനുസരിച്ച് മൂന്നും ഒരുമിച്ചോ സെപ്പറേറ്റ് ആയോ യൂസ് ചെയ്യാം. സൈസ് കൂടുമ്പോൾ മാക്രോയുടെ മാഗ്നിഫിക്കേഷനും കൂടും. ലെൻസ് റിലീസ് ബട്ടൺ ആൻഡ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് പോയിന്റ്സ് ഒഴികെയുള്ള എല്ലാം പ്ലാസ്റ്റിക് ബിൽഡാണ്. വളരെ ഡീസൻറ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് യൂസ് ചെയ്തതുകൊണ്ട് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ചില എക്സ്പെൻസീവ് എക്സ്റ്റൻഷൻ ട്യൂബ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെ മൗണ്ടും പ്ലാസ്റ്റിക് ആണ്. അത് കാരണം ഇതിൽ വളരെ വലിയ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലെൻസസ് യൂസ് ചെയ്താൽ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് ആൻഡ് അപ്പർച്ചർ അഡ്ജസ്റ്റ്മെന്റ് ലിവർ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാം. ലെൻസ് റിലീസ് മെറ്റൽ ആണ്, ബട്ട് കുറച്ച് സ്റ്റിഫാണ്. പ്രസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്താൽ ഇത് ക്യാമറയിൽ മൗണ്ട് ആൻഡ് അൺമൗണ്ട് ചെയ്യാൻ പറ്റും. ഞാനിത് എൻ്റെ നിക്കോൺ D7000 ക്യാമറയിൽ കണക്ട് ചെയ്യുകയാണ്. മൗണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ കണക്ഷൻ വളരെ ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആദ്യമൊക്കെ ഒരു ഇൻകോൺഫിഡൻസ് ഫീൽ ചെയ്യും, ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ശീലമായിക്കോളും. ഒരു ലെൻസ് ക്യാമറയിൽ മൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് മൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നിക്കോൺ 50mm f1.8 ലെൻസാണ്. ഇത് അപ്പർച്ചർ റിനുള്ള ഒരു നോൺ G ലെൻസാണ്. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ ക്യാമറയിൽ തന്നെ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് ജസ്റ്റ് ഒരു ഹോളോ ട്യൂബാണ്. ഇതിൻ്റെ അകത്ത് ലെൻസോ ഗ്ലാസോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ കവറുകളും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഓട്ടോ ഫോട്ടോ സപ്പോർട്ടാണ്. ലെൻസിലെ ഈ മെറ്റൽ കോണ്ടാക്ട്സിലൂടെ ഇത് ക്യാമറ ബോഡിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിലൂടെ ഓട്ടോ ഫോട്ടോസ് വർക്ക് ചെയ്യുകയും ചെയ്യും. യൂഷ്വലി വില കുറഞ്ഞ മോഡൽസിൽ ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കില്ല. ഓട്ടോ ഫോട്ടോസ് ഇല്ലാത്ത ലെൻസുകളിൽ പോലും ഇൻബിൽറ്റ് മോട്ടോറുള്ള D7000 പോലെയുള്ള ക്യാമറകളിൽ ഇതിൻ്റെ AF വർക്ക് ചെയ്യും. എന്നിരുന്നാലും ചില ലെൻസുകളിൽ ഓട്ടോ ഫോട്ടോസ് പ്രോപ്പറായി വർക്ക് ചെയ്യില്ല. സോ മാനുവൽ ഫോട്ടോസ് വേ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ക്യാമറയിൽ മൗണ്ട് ചെയ്ത് ലെൻസ് കണക്ട് ചെയ്താൽ നേരെ ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ ഫോട്ടോസ് ചില ലെൻസിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഈ ലെൻസിൽ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഞാൻ മാനുവൽ ഫോട്ടോസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ട്യൂബ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി അതിനായി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്ന ആഗ്രഹമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ അത് കമൻറ്റ് ചെയ്യും. ലെൻസിൻ്റെ എത്ര അടുത്താണ് സബ്ജക്റ്റ് ഉള്ളത് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. വളരെ ഇൻഎക്സ്പെൻസീവായ ഇതുപോലെയുള്ള ലെൻസ് ഉപയോഗിച്ച് പോലും ഇത്രയും ക്ലോസ് ഫോട്ടോസും വളരെ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട്സും കിട്ടാൻ ഇത് യൂസ്ഫുൾ ആണ്. എക്സ്റ്റൻഷൻ ട്യൂബ് വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ട്രൈപോഡ് ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് അവൈലബിൾ ലൈറ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെടും. മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ ഷാലോ ആയിരിക്കും. സോ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ ഈ എക്സ്റ്റൻഷൻ ട്യൂബ് യൂസ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസ് കാണാം. ഓവറോൾ ഇതിന്റെ റിസൾട്ട്സിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസായ 9000 rupees ഒരു ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ്. ഇത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് അമച്ചേഴ്സിനൊക്കെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാതെ ഒരു മാക്രോ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് പേഷ്യൻസും ടൈമും സ്പെൻഡ് ചെയ്താൽ വളരെ മികച്ച ഫോട്ടോഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ എക്സ്റ്റൻഷൻ ട്യൂബ് ഉപയോഗിച്ച് പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നും ഹെൽപ്ഫുൾ ആയി എന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ ക്വസ്റ്റ്യൻസ്, പ്ലീസ് ലീവ് them in the comment section below as well. I thank you for watching and hope to see you again soon in my next video. Ciao.